ഹൈ ഗേസ് വെൽക്കം ബാക്ക്. ഡേറ്റ് ജൂൺ 11, സമയം ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്, കുറച്ച് തിരക്കിലായിരുന്നു. ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ആക്സിസ് ബാങ്ക് ആണ്. ഇതിൽ ബൈ എൻട്രി ആണ് പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ പുതിയൊരു സ്ക്രീനർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ക്രീനർ വഴിയാണ്. ആൻഡ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഡേ ഹൈ ലെവലിലാണ്. ആൻഡ് ഇനീഷ്യലി നല്ലൊരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ലെവലിൽ കൺസോൾട്ടേഷൻ നടന്ന് ഒരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഓവറോൾ അപ്പ് ട്രെൻഡ് ആണ് ഉള്ളത്. സോ ഇവിടെ ഞാനൊരു ബൈ എൻട്രി ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓവറോൾ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ക്ലീൻ സ്ട്രക്ചർ വിത്ത് ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുവാണ്. ഓക്കെ, 230 ക്വാണ്ടിറ്റി ഇൻട്രാഡേ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ആക്സിസ് ബാങ്ക് ഒന്നാമത് ആ ഒരു സ്ക്രീനറിൽ നിന്ന് സെലക്ട് ചെയ്തതാണ്. ഒരു സ്റ്റോക്ക് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ, സ്ക്രീനർ ജസ്റ്റ് സ്റ്റോക്ക് സെലക്ഷന് വേണ്ടി മാത്രമാണ്. നമ്മൾ ആ ഒരു സ്ട്രക്ചർ കൂടി നോക്കുന്ന സമയത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ നോക്കിയാൽ മനസ്സിലായി. ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഹയർ ഹൈ ഫോർമേഷനാണ് തന്നുകൊണ്ടിരുന്നത്. ഈവൻ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗ് പോലും ഒരു ക്ലീൻ ബൈ ട്രെൻഡ് എന്ന രീതിയിലാണ്. ഇന്ന് ഇൻട്രാഡേ നോക്കുവാണെങ്കിലും ഒരു സ്ട്രക്ചർ നല്ല രീതിയിൽ തന്നെ ഫോർമേഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രീവിയസ് ഡേ ഹൈ ലെവൽ ഒരു കൺസോൾട്ടേഷൻ നടത്തിയിട്ടുണ്ട്, റൈറ്റ്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ട്രേഡ് ഞാൻ അവിടെ എടുത്തത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ക്ലീൻ അപ്പ് ട്രെൻഡാണ് കഴിഞ്ഞ ദിവസത്തിൽ, റൈറ്റ്. ഏകദേശം ഒരു ഫസ്റ്റ് ഹാഫ് വരെ. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തു. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് താഴോട്ട് പോയ സമയത്ത് സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് നോക്കുവാണെങ്കിൽ ഹോൾഡ് ചെയ്തായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഏകദേശം ഈ ഒരു പോയിന്റിലാണ്. ആൻഡ് ആ ഒരു ഓപ്പണിംഗ് നടത്തി ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ദെൻ പുൾ ബാക്ക് എടുത്ത് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി അപ്സൈഡിലോട്ട് പോയതായിട്ട് കാണാം. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി പോയി, ഇല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു എൻട്രി ഇവിടെ കിട്ടിയിരുന്നേനെ, റൈറ്റ്. അപ്പം ഈ ഒരു PDH ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ നെക്സ്റ്റ് ഫർദർ അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് പോസിബിൾ ആണ്, റൈറ്റ്. സോ വെയിറ്റിംഗ്. ആൻഡ് ഇവിടെ നമുക്ക് നോക്കാം, ആ ഒരു കൺസോൾട്ടേഷൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഒരു ഹയർ ഹൈ ഫോർമേഷൻ തന്നെയാണ് ഈ ഒരു സ്മോൾ ടൈം ഫ്രെയിമിൽ കാണുന്നത്. ഓക്കെ, സോ വെയിറ്റിംഗ്. ആൻഡ് ബ്രേക്ക് ഔട്ട് നടക്കുന്നിട്ടുണ്ട്, റൈറ്റ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കുറച്ച് സേഫ് ആയിട്ടുള്ള പ്ലേസിലാണ്. ഇനീഷ്യൽ സ്റ്റോപ്പ് ലോസ് ഞാൻ കീപ്പ് ചെയ്യുന്നത് ഏകദേശം നമുക്ക് ഈ ഒരു പോയിന്റിൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം, റൈറ്റ്. ഇതാണ് ബെറ്റർ. ഒരു കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെൻറ്റ് അത് തന്നെയാണ്. ടാർഗറ്റ് 1:2 വരെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗേസ്, അപ്പോൾ ട്രേഡ് എടുത്തിട്ട് ഒരുപാട് സമയമായി. ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. നിയർലി ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഡേ ഹൈ ബ്രേക്ക് ചെയ്തൊരു റീടെസ്റ്റ് ആണ് കാണുന്നത്. അപ്പോൾ നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ ഈസിലി ഒരു ടാർഗറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ വെയിറ്റിങ്ങിലാണ്. ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു സ്റ്റോക്ക് തിരിച്ച് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ ഈ ഒരു സിംഗിൾ ലോൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഒന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു ട്രെൻഡിങ് മാർക്കറ്റാണ്, റിവേഴ്സിൽ എപ്പോൾ വേണമെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യുന്നു. ടാർഗറ്റ് കിട്ടും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇൻ കേസ് തിരിച്ച് വരുവാണെങ്കിൽ ഞാൻ അവിടുന്ന് സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് വെക്കും. ഓക്കെ, സോ അപ്പോൾ എന്തായാലും വെയിറ്റിംഗ്. ഓക്കെ ഗേസ്, ഫൈനലി ആ ഒരു സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നിയർലി ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സോ ഇവിടുന്ന് ചെറിയൊരു റിജക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലെവലിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഞാൻ മോഡിഫൈ ചെയ്തിരുന്നു. ആ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്തു, ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ നല്ലൊരു ട്രേഡ് ആയിരുന്നു. ആൻഡ് ഫൈനലി മാർക്കറ്റ് ഇൻഡെക്സ് ഒക്കെ താഴോട്ട് വന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്കും താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രേഡ് ഇവിടെ കഴിഞ്ഞു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ബൈ.